ഈ കാണുന്നത് റെഡ് ഡിയർ സ്ലൈഡർ എന്ന് പറയുന്ന ഒരു ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. അതിൻ്റെ ചെറിയ സൈസാണ്. ഈ ഒരു സൈസിലാണ് സാധാരണ അക്വേറിയം ഷോപ്പുകളിൽ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പുകളിലൊക്കെ ഇവരെ സെയിൽ ചെയ്യാറുള്ളത്. ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു അക്വേറിയം ഷോപ്പിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, ഒരു പീസാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് അവരോട് പറഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാമോ എന്ന് പറഞ്ഞപ്പോൾ അവർ അയച്ചു തന്ന ക്ലിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 850 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അമേരിക്കയാണ്, USA. ഇതിൻ്റെ ബോഡിയുടെ കളർ ഗ്രീൻ ആണ്, കണ്ടില്ലേ, ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെ കണ്ണിൻ്റെ സൈഡിലായിട്ട്, ആ ഒരു ചെവിയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു റെഡ് ലൈൻ കാണാം. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ഡിയർ സ്ലൈഡർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചെറിയ സൈസിന് ആ ഒരു കളർ അത്ര വിസിബിൾ അല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു കളർ, റെഡ് കളർ ആ ഒരു ചെവിയുടെ ആ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ഡിയർ സ്ലൈഡർ എന്ന് പറയുന്നത്. ഇവരുടെ മാക്സിമം സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലുകൾ ചെറുതായിരിക്കും, 8 ഇഞ്ച് വരെയൊക്കെയാണ് മെയിലുകൾ വലുതാവുന്നത്. അതേസമയം ഫീമെയിലുകൾ വലിയ സൈസാണ്, 1 ഫീറ്റ് 12 ഇഞ്ച് വരെയൊക്കെ വലുതാവാറുണ്ട്. ഇവരെ പല ആൾക്കാരും മേടിച്ച് ഹോബിയായിട്ട് വളർത്തുന്നുണ്ട്. ഇവരെ അക്വേറിയങ്ങളിൽ വളർത്താറുണ്ട്, അതേപോലെ തന്നെ ക്രേറ്റുകളിൽ, ബോക്സുകളിലൊക്കെ, പ്ലാസ്റ്റിക് ബോക്സുകളിലൊക്കെ വളർത്താറുണ്ട്. പക്ഷേ ഇവർക്ക് അത്യാവശ്യം കെയർ കൊടുക്കണം. അക്വേറിയങ്ങളിലാണെങ്കിലും ബോക്സുകളിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളവും കരയും വേണം. അപ്പോൾ വെള്ളം നിറച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് ഇവർക്ക് കയറി കിടക്കാനായിട്ട് കല്ലുകളോ കാര്യങ്ങളോ കുറച്ച് ഹൈറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 ഏരിയയും യൂസ് ചെയ്തോളും, വെള്ളവും യൂസ് ചെയ്യും, അതുപോലെ തന്നെ കരയും യൂസ് ചെയ്തോളും. ഇവർ എല്ലാതരം ഫുഡുകളും കഴിക്കും, നോൺ വെജ്, വെജ്, പെല്ലറ്റ് ഫുഡ് വരെ ഇവർ കഴിക്കും. എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവർ കഴിക്കുന്നതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ പറയിടാവേണ്ട ആവശ്യമില്ല. ഇവർക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇവരെ കൊണ്ട് നമ്മൾ സൺലൈറ്റിൽ വെക്കണം. അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UV ലൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരും ചെയ്യുന്നത് ഒരു ട്രേക്കകത്ത് വെള്ളവും കരയും സെറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ ഇവരെ സൺലൈറ്റിൽ വെക്കുകയാണ്. കാരണം സൺലൈറ്റ് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. ഇവരുടെ ഷെല്ലിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് സൺലൈറ്റ്. അതുപോലെ തന്നെ ഇവരുടെ ഷെല്ലിലൊക്കെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു UV അവരുടെ ആ ഒരു ഷെല്ലിൽ തട്ടണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൺലൈറ്റിൽ ഇവരെ ബാസ്കിങ്ങിന് വിടുന്ന ആ ഒരു പരിപാടിയാണ് ശ്രദ്ധിക്കേണ്ടത്. വേസ്റ്റ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വാട്ടർ ചേഞ്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇവർക്ക് അത്യാവശ്യം കെയർ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവരെ പർച്ചേസ് ചെയ്യുന്നില്ല. അവരെ നമുക്ക് വീഡിയോ അയച്ചു തന്ന സ്ഥിതിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റെഡ് ഡിയർ സ്ലൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഫ്രഷ് വാട്ടർ ടർട്ടിലിൻ്റെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.